Hi dears, welcome back to my channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നുറുക്ക് ഗോതമ്പും കിഴങ്ങൊക്കെ വെച്ചിട്ടുള്ള നല്ല എരിവുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നമ്മൾ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് തയ്യാറാക്കിയെന്ന് കഴിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒട്ടും മനസ്സിലാവില്ല. അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ മുഴുവനായിട്ടും കാണണം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ കാണുന്ന ഒരു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് നുറുക്ക് ഗോതമ്പ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 2 മണിക്കൂർ കുതിർത്തെടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലേക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുതിർത്തെടുക്കണം നിർബന്ധമൊന്നുമില്ല. കുതിർത്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കിഴങ്ങാണ്. അപ്പോൾ ഞാനിവിടെ 2 ചെറിയ കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വലുതാണെങ്കിൽ 1 എടുത്താൽ മതി കേട്ടോ. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കിഴങ്ങ് നുറുക്ക് ഗോതമ്പിൻ്റെ കൂടെ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതോടെ ഒരു 2 വിസിൽ അടിക്കുമ്പോഴേക്കും വെന്ത് കിട്ടും. കാരണം അത് കുതിർത്ത് വെച്ചതാണല്ലോ. അപ്പോൾ നിങ്ങൾ കുതിർക്കാതെ വെച്ചതാണെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 3-4 വിസിൽ വരെയൊക്കെ വേവിച്ചെടുക്കുക കേട്ടോ. നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ 2 വിസിലടിച്ചപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ കുക്കറിൽ ആവിയൊക്കെ പോയ ശേഷം ആ ഒരു നുറുക്ക് ഗോതമ്പ് ഇതുപോലെ ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ കിഴങ്ങ് ഞാനിത് ഇന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല പോലെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മറ്റ് ചേരുവകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 സവോള, 1 പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇവയെല്ലാം കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലിയൊരു സവോളയാണ് എടുത്തത്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇതിൻ്റെ കൂടെ തന്നെ വേവിച്ചെടുത്തിട്ടുള്ള കിഴങ്ങ് നല്ലപോലെ നുടച്ചെടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ സാധാരണ മുളക് പൊടിയാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇവിടെ 2.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു സ്നാക്ക് നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടൈറ്റ് ആയിട്ടാണ് മാവുള്ളത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ആവശ്യമാണെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഒഴിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ ഈ മാവ് അത്ര ശരിയാവില്ല. അതുകൊണ്ട് ആവശ്യമാണെങ്കിൽ മാത്രം ഇതുപോലെ കുറച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വീണ്ടും നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു മാവ് ഇപ്പോഴും ഉണ്ട്. ഇതുപോലെ വേണം കേട്ടോ തയ്യാറാക്കിയെടുക്കാൻ, ലൂസായിട്ട് പോകരുത്. ഇനി നമുക്കത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പോൾ അത് നിർബന്ധമല്ല കേട്ടോ, മാറ്റി വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും. അപ്പോൾ ഇവിടെ 10 മിനിറ്റിന് ശേഷം ഞാനിതിവിടെ ചുട്ടെടുക്കട്ടെ. അപ്പോൾ ഇവിടെ ഞാൻ പാനിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്നാക്ക് നമ്മൾ തയ്യാറാക്കിയെടുക്കുമ്പോൾ ഓയിൽ നല്ലപോലെ ചൂടായ ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ ഓയിൽ നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ പക്കവടയൊക്കെ നുള്ളി ഇട്ട് കൊടുക്കുന്ന പോലെ തന്നെ കൈ വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയിട്ട് മൊരിഞ്ഞ ശേഷം മാത്രമേ തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇതിട്ട് കൊടുക്കുന്ന സമയത്ത് നുറുക്കോതമ്പും കിഴങ്ങൊക്കെ ആയതുകൊണ്ട് തന്നെ അലിഞ്ഞിട്ടാണ് ഉണ്ടാവുക. നല്ല പോലെ ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്ത ശേഷം മാത്രം നല്ല ക്രിസ്പി ആയ ശേഷം ഇത് തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ മൊരിഞ്ഞ ശേഷം പിന്നെ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാട്ടോ. നല്ല ഇഷ്ടമാവും നിങ്ങൾക്കൊക്കെ. നുറുക്കോതമ്പ് കൊണ്ട് തയ്യാറാക്കിയാണ് എന്തായാലും ആർക്കും മനസ്സിലാവില്ല. നമ്മൾ പറഞ്ഞെങ്കിൽ മാത്രമേ കഴിക്കുന്നവർക്ക് മനസ്സിലാവുള്ളൂ. അത്രക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആദ്യം ഇട്ടെടുത്ത ഉടനെ തന്നെ ഇളക്കരുത്. ആ ഒരു സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അത് നമ്മൾ ഇളക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ചേർത്ത് കൊടുത്ത ഉള്ളിയൊക്കെ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല പോലെ ഫ്രൈ ആയ ശേഷം മാത്രം ഇളക്കിയിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നമ്മുടെ റെസിപ്പി നുറുക്ക് ഗോതമ്പും മുട്ടയൊക്കെ ചേർത്തിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെയാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടത്. ഉണ്ടാക്കിയെടുക്കാനും വളരെ ഈസിയാണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഈ ഒരു സ്നാക്കിന് വേണ്ടി ആദ്യം തന്നെ നമുക്കൊരു ഫില്ലിങ് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്.
ഇപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് സവോളയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 സവോള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. ഒരു പച്ചമുളക് വട്ടത്തിൽ ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇവിടെ ഇത് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഒരുപാട് വഴറ്റിയിട്ട് അങ്ങോട്ട് ബ്രൗൺ നിറമാക്കി എടുക്കൊന്നും വേണ്ട. ഇതുപോലെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വീണ്ടും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെയാകുമ്പോൾ സവോള ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാനിതിലേക്ക് അല്പം കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഒരു മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്തൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം സവോളയിലേക്ക് കുറച്ച് ചേർത്ത് കൊടുത്തിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് കുറച്ചും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു തക്കാളിയും നല്ലപോലെ വഴറ്റി സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് നുറുക്കോതമ്പാണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് നുറുക്കോതമ്പ് 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. അപ്പോൾ നമ്മൾ ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയാകുമ്പോൾ രാവിലെ തന്നെ നുറുക്കോതമ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം കേട്ടോ. അപ്പോഴാണ് നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. നമ്മളിത് അരച്ചെടുത്തിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു നുറുക്കോതമ്പ് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ മണിക്കൂറുകൾ വെള്ളത്തിൽ കുതിർത്തെങ്കിൽ മാത്രമേ ഈ ഒരു നുറുക്കോതമ്പ് നന്നായിട്ട് ഇതുപോലെ അരഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ അത് മറക്കാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു പരുവം. അപ്പോൾ ഞാൻ ഈ ഒരു മിക്സിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ പാൻ വെച്ച് കൊടുത്തിട്ട് ചൂടായ ശേഷം ഇതിലേക്ക് മാവ് ഒഴിച്ചിട്ട് ഓരോ അപ്പമായിട്ട് ചുട്ടെടുക്കണം. അപ്പോൾ ഇതുപോലെ കട്ടിയില്ലാതെ വേണം കേട്ടോ ചുട്ടെടുക്കാൻ. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചട്ടിയിൽ നിന്നിങ്ങനെ വിട്ടു പോരുന്ന സമയത്ത് നമുക്കിത് ചട്ടിയിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നുറുക്കോതമ്പ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഒട്ടലൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. സ്റ്റിക്കി ആയിട്ടായിരിക്കും ഈ ഒരു ദോശ ഉണ്ടാവുക. അപ്പോൾ നമ്മളിത് ചട്ടം കൊണ്ട് എടുക്കുന്നതിലേറെ ഈസി ആയിട്ട് നമുക്ക് നേരെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ 2 എണ്ണം തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. 2 എണ്ണം തയ്യാറാക്കിയെടുത്ത ശേഷം നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഈ ഒരു 2 എണ്ണം ഒരു പ്ലേറ്റിൽ വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഫില്ലിങ്ങിൽ നിന്ന് 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുഴുങ്ങിയ മുട്ടയുടെ ഒരു പകുതിയോളം കട്ട് ചെയ്തിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പഫ്സൊക്കെ ഫോൾഡ് ചെയ്തെടുക്കൂലേ, അതുപോലെയാണ് ഇത് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അപ്പം ചുട്ടെടുത്ത ഉടനെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഒട്ടിപ്പിടിച്ച് നിൽക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ 4 വശവും മടക്കി കൊടുത്തിട്ട് പഫ്സിൻ്റെ പോലെ ആക്കിയെടുത്താൽ മതി. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള അപ്പവും ഇതുപോലെ തന്നെ ചുട്ടെടുത്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ 2 എണ്ണം വീതം ആകുമ്പോൾ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. അത് മറന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ പിന്നീട് അത് ഒട്ടാൻ സാധ്യത ഉണ്ടാവില്ല. ഇവിടെ വീണ്ടും 2 അപ്പം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കുറച്ച് കട്ടിയുള്ള മാവ് കൊണ്ട് അപ്പം ചുട്ടെടുക്കുകയാണെങ്കിൽ ഓരോ അപ്പം വെച്ചിട്ട് തന്നെ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ 2 എണ്ണം ആകുമ്പോൾ നമുക്ക് പഫ്സിൻ്റെ ഒക്കെ പോലെ ഒരു ലെയർ പോലെ കിട്ടാനാണ് കേട്ടോ 2 എണ്ണം ആകുമ്പോൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ 2 എണ്ണം വെച്ച് ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ കട്ടിയില്ലാത്ത അപ്പം തന്നെ ചുട്ടെടുക്കണം കേട്ടോ. അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഇത് വെച്ചിട്ട് 4 എണ്ണം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് 2 സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊരു ലൂസ് മാവാക്കി എടുക്കണം. ഇതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് മുട്ട ഉപയോഗിക്കാം, അല്ലെങ്കിൽ കോൺഫ്ലവർ ഇതുപോലെ വെള്ളം ഒഴിച്ച് കലക്കിയിട്ട് അതും വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്കിതിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്തിട്ട് ഈ ഒരു മൈദമാവിലൊന്ന് മുക്കിയെടുത്ത് ബ്രെഡ് ക്രംസ് കൊണ്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം. പക്ഷേ ഇതുപോലെ ബ്രെഡ് ക്രംസൊക്കെ പൊതിഞ്ഞെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ ഇതിൻ്റെ പുറം ഭാഗമൊക്കെ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൽ ഓരോന്നും ഇതുപോലെ തന്നെ മൈദമാവിലൊന്ന് മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ ഞാനിത് 4ഉം ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 ഭാഗം ഒന്ന് മൊരിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് വേവാനൊന്നുമില്ല. ഇതിൻ്റെ 2 വശവും നല്ല പോലെ ഒന്ന് മൊരിപ്പിച്ചെടുത്താൽ മതി.
അപ്പോൾ നമുക്ക് മൈദപ്പൊടിയൊക്കെ വെച്ചിട്ട് ഇതുപോലെ പഫ്സ് തയ്യാറാക്കി എടുക്കാറുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഞാൻ നുറുക്കോതമ്പ് വെച്ച് തയ്യാറാക്കി നോക്കിയതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് നുറുക്കോതമ്പ് കൊണ്ട് ഇങ്ങനെ വെറൈറ്റി ആയിട്ടൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ നല്ല ഇഷ്ടത്തോടെ തന്നെ കഴിച്ചോളും. ഇപ്പോൾ ഇതിവിടെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് 2 ഭാഗവും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എല്ലാം കമൻറ്റായിട്ട് അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കണേ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്